ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കലാമിത്രങ്ങളെ, അസ്സലാമു അലൈക്കും. ഒരു ബൃഹത്തായ ചരിത്രം ഹ്രസ്വമായി നിങ്ങൾ മുൻപിൽ അവതരിപ്പിക്കാനാണ് ഈ കൊച്ചു കലാകാരൻ ഉദ്ദേശിക്കുന്നത്. തെറ്റുകുറ്റങ്ങളും പറ്റാത്ത പ്രയോഗങ്ങളും സദയം ക്ഷമിക്കുമല്ലോ. ആദീനൻ വഴങ്ങി, അതാണ് ഈ കഥയുടെ പേര്. ആരാണത്? നട്ടുച്ച നേരത്ത് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ കുതിരപ്പുറത്ത് ആരാണ് പറന്നു വന്നുകൊണ്ടിരിക്കുന്നത്? ആരടായെന്നോദിയാൽ മറുമൊഴി ലഭിക്കാതുള്ള അടൽ കുടുംബപ്പെടും പടവാളെടുത്തുമർ മലമ്പുലിയല്ലേ ആരടായെന്നോദിയാൽ മറുമൊഴി ലഭിക്കാതുള്ള അടൽ കുടുംബപ്പെടും പടവാളെടുത്തുമർ മലമ്പുലിയല്ലേ ഓഹോ, അത് മറ്റാരുമല്ല, സാക്ഷാൽ ഖത്താബിന്റെ പുത്രൻ ഉമറാണ് വരുന്നത്. കോര പടക്കളത്തിലേക്ക് പോലെ ഘടകവും ഊരിപ്പിടിച്ച് പറക്കുകയാണല്ലോ ഉമർ. എങ്ങോട്ടാണ് ഉമറേ ഈ കുതിച്ചോട്ടം? നഈം ഇബ്നു അബ്ദുള്ള ഉമറിനെ തടഞ്ഞു നിർത്തി രണ്ടും കൽപ്പിച്ചൊരു ചോദ്യം. എടാ നഈം, എന്നെ വിടൂ, ഞാൻ ആ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ഓടി വരാം. കുലദൈവങ്ങളെ പഴിച്ച ഖുറൈശികളെ ചേർത്തിരിച്ച ആ പ്രവാചകവതിയെ ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല. വിടൂ, ഞാനിതാ. നിൽക്കൂ ഉമറേ, രണ്ട് വാക്കുകൾ പറയാനുണ്ട്. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതിന്നെവിടെ? ഈ മതത്തെ പുൽകിടവേ ഈ കഥാ നേരാണിവിടെ. കേമത്തരമിത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ. കേമത്തരമിത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ. അമിതാനന്ദം നിർത്തുമറേ, അഖിലം ഓർത്തു മടങ്ങുമറേ. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതിന്നെവിടെ? ഈ മതത്തെ പുൽകിടവേ ഈ കഥാ നേരാണിവിടെ. എന്ത്? എന്റെ പ്രിയപ്പെട്ട മക്കൾ ഫാത്തിമയോ അവളും ഭർത്താവും മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നോ? ഉമർ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. അങ്ങോട്ടാവട്ടെ ഇനി യാത്ര, രണ്ടിനെ അടിച്ച് ചരക്കണം. ഈർഷ്യത കേണ്ട് അടിമുടി കുലുങ്ങുന്ന ഉമർ അതാ പെങ്ങൾ ഫാത്തിമാന്റെ വാതിൽ പടിക്കലെത്തി. ഇടിമുഴക്കം കണക്കെ ഉമർ ചോദിക്കുകയാണ്, തുറക്കടി വാതിൽ. തുറക്കാനാ പറഞ്ഞത്. അതാ ഉമറിന്റെ ഗംഭീര സ്വരം കേട്ടപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഗംബാബിനുർ അറത്ത് എന്ന സ്വഹാബ മറുഭാഗ്യത്തേക്ക് ഓടി ഒളിച്ചു. വിറയാർന്ന കൈകളാൽ ഫാത്തിമ ഖുർആനിന്റെ ഖുറസ് മറിച്ചു വെച്ച് വാതിൽ തുറന്നു. ഇടിമുഴക്കം കണക്കെ ഉമർ ചോദിക്കുകയാണ്, എന്താണ് ഞാൻ കേട്ട അജ്ഞാത മുഴക്കം? എന്താണിത്? അത് ഒന്നുമല്ലല്ലോ. എനിക്കറിയാം, നിങ്ങൾ രണ്ടാളും മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന്. ഉമർ തന്റെ അളിയൻ സായിദിന്റെ മാർത്തി പിടിച്ചൊരു വീക്ക് കൊടുക്കുമ്പോൾ ഓടി പെങ്ങൾ അടുക്കലായേ, അടിയും കൂത്തങ്ങ് കയർകയായേ. ഉടനെ പ്രഹളമെന്നവൾക്കെത്തിയേ, ഉമറിൽ അവൾ കാര്യം വീരുത്തലായേ. ചോദി അവൾ ഹക്ക് ഇതാണെന്നാലോ, ചൊവ്വേ പറയാമോ ഇതെന്ത് ഹാലോ? വദനം ചൂടു ചോര നിറഞ്ഞ ഹാലേ, വമ്പ് തകർന്നുമർ താടർന്നതാലേ. ഓടി പെങ്ങൾ അടുക്കലായേ, അടിയും കൂത്തങ്ങ് കയർകയായേ.
കവിനിട്ട് വീക്കുന്നത് കണ്ട് ഫാത്തിമ ഓടിച്ചെന്ന് തടഞ്ഞു വെക്കുകയായിരുന്നു. അതാ പുന്നാര പെങ്ങളുടെ പൂവൻ വദനത്തിൽ ഉമറിന്റെ പ്രഹരം പുന്നാര പെങ്ങളുടെ ചുരുച്ചോരയിൽ കുതിർന്നു കൊണ്ടതാ പറയുകയാണ്. അതേ ഉമർ, ഞങ്ങൾ ഇന്ന് സത്യപ്രസ്ഥാനത്തിലാണ്. ഈ മതമാണെങ്കിൽ സത്യമെങ്കിൽ നീ എന്ത് ചെയ്യും? ചോരയിൽ കുതിർന്ന പുന്നാര പെങ്ങളെ കണ്ട് ഉമർ അല്പം നേരം തളർന്നുപോയി. ആ ഏടും താ ഫാത്തിമ, ഞാൻ ഒന്ന് പാരായണം ചെയ്യട്ടെ. ഉമറേ, നിനക്ക് ശുദ്ധിയില്ല. ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിച്ചുകൂടാ. അതാ ശുദ്ധി പ്രാപിച്ചു വന്ന ഉമർ എന്ന് തുടങ്ങുന്ന ഭാഗം പാരായണം ചെയ്തപ്പോൾ അപ്പോൾ ഉമറിന്റെ 2 നയനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. എവിടെയാണ് ഫാത്തിമ? അള്ളാഹുവിന്റെ റസൂൽ, എനിക്കൊന്ന് കാണണം. അതാ ആ മഹാമജ്ലിസിലേക്ക് ഉമർ ഓടിക്കിതച്ചെത്തിയപ്പോൾ വീട്ടിൽ തിരുറസൂലും സ്വഹാബത്തുമിരിക്കുമ്പോൾ ഉമർ അടുത്തേ. സഫിയോരെ അമ്മോരത്തെ വാളിട്ടവൻ ഗുണമല്ലേ, അവനുടെ വളാൽ നമ്മൾ വാദിക്കും തന്നെ, അവനുടെ വളാൽ നമ്മൾ വാദിക്കും തന്നെ. സഫാവത്തമാനം തമ്മിൽ പ്രകാശവും നേരാവായി, സ്വരം കേട്ട് ജനമെല്ലാം സൂറൂറിൽ പാത്തേ. സുഗത്തങ്ങൾക്കിനി മുതൽ സുഹൃത്തായൊന്നൊരാ ചെയ്തേ, സുബ്ഹാന്റെ വിളി കേട്ട് മാനം തുടിച്ചേ, സുബ്ഹാന്റെ വിളി കേട്ട് മാനം തുടിച്ചേ. അതാ സഫാ മലയുടെ ചാരത്തുള്ള ആ വീട്ടിലതാ അള്ളാഹുവിന്റെ റസൂൽ മഹാനരായ സിദ്ദീഖുൽ അക്ബറും ഹംസത്തുൽ കറാറും അലിയും അടങ്ങുന്ന ഏതാനും സ്വഹാബാക്കളും കൂടെയുണ്ട്. തൻ്റെ ഖഡ്ഗവും പിടിച്ച് ഓടിച്ചെല്ലുന്ന ഉമറിനെ വാതിലിൻ്റെ വിടവിലൂടെ കണ്ട സ്വഹാബാക്കൾ നബി തങ്ങളെ വിവരമറിയിച്ചു. അപ്പോൾ ഹംസ റളിയല്ലാഹു പറയുകയാണ്, ഉമർ കയറി വരട്ടെ, നല്ലതാണെങ്കിൽ അവന് നല്ലേ, അല്ല എങ്കിൽ അവൻ്റെ വാൾ കൊണ്ട് അവൻ്റെ കഥ കഴിക്കും ഞാൻ. തീർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുറന്നു കൊടുക്കും ആ വാതിൽ. തുറക്കപ്പെട്ടപ്പോൾ അപ്പോൾ 1000 കുറ്റബോധത്തോടെ വിങ്ങി വിതുമ്പുന്ന ചുണ്ടുകളോടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ആ ധീരൻ വാങ്ങി ഞങ്ങളുടെ ഈ കഥാപ്രസംഗം ഇവിടെ പരിസമാപ്തി കുറിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.